നമസ്കാരം. ഇത് കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. നിങ്ങൾക്കറിയാം, പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇത് രത്തൻ ഖേൽക്കർ, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആകാൻ പോകുന്ന ആൾ. നിയമിക്കപ്പെട്ടതായി പത്രങ്ങളിൽ ചാനലുകളിൽ വാർത്ത നിങ്ങളും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ സംസ്ഥാനത്തിന് ഒരു മുഖ്യമന്ത്രിയെ കിട്ടി, പിന്നെ മികച്ച ഉദ്യോഗസ്ഥനായ ഒരു സെക്രട്ടറിയെയും. ഞാൻ പറയാൻ പോകുന്നത് ഇതൊന്നുമല്ല, ഈ കേരളത്തിലെ കാര്യമേ അല്ല, അങ്ങ് ബംഗാളിലെ കാര്യമാണ്. ഇത് ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. BJP മമതയിൽ നിന്നും അധികാരം അസാധാരണമായി പിടിച്ചെടുത്ത സുവേന്ദു അധികാരി. എന്നാൽ ഇതാണ് കഥ. പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പാനന്തരം BJP അപ്രതീക്ഷിത വിജയം നേടി അധികാരത്തിൽ എത്തിയപ്പോൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിക്ക് ഒരു സെക്രട്ടറിയെ കിട്ടി. വെറും സെക്രട്ടറിയല്ല, ചീഫ് സെക്രട്ടറിയെ തന്നെ കിട്ടി. ആരാത്? ആ ആളാണ് ഇത്. അട്ടിമറിയിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിച്ചു എന്നാരോപിക്കപ്പെട്ട ആ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മനോജ് അഗർവാൾ. 2026 മെയ് 11 സുവേന്ദു അധികാരി ഭരിക്കുന്ന പശ്ചിമ ബംഗാളിൻ്റെ ചീഫ് സെക്രട്ടറിയായി അദ്ദേഹം നിയമിക്കപ്പെട്ടു. അതിനെന്താ, ശരിയാണല്ലോ, അവിടെ മൊത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറി ആയിരുന്നല്ലോ. രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടല്ലോ, കോൺഗ്രസ് ദേശീയ നേതൃത്വം ഒന്നാകെ പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. നിങ്ങളും അത് ആലോചിച്ചില്ലേ? എന്നാൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സർക്കാർ അധികാരമേറ്റെടുത്ത് ദിവസങ്ങൾ കഴിയും മുമ്പേ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കിട്ടിയ സെക്രട്ടറിയോ വെറും സെക്രട്ടറിയല്ല, മൂത്ത സെക്രട്ടറിയാണ്. മുഖ്യമന്ത്രിയുടെ സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്ന പ്രധാന സെക്രട്ടറി. ആ സെക്രട്ടറിയാണ് നമ്മൾ ആദ്യം കണ്ടത്, രത്തൻ ഖേൽക്കർ. ഈ രത്തൻ ഖേൽക്കറും ആരാണ്? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്, കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്നു. 102 സീറ്റ് നേടി UDFും 3 സീറ്റ് നേടി BJPയും വമ്പൻ പ്രകടനം കാഴ്ചവെച്ച തെരഞ്ഞെടുപ്പ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ 2031 BJP അധികാരത്തിൽ കേരളത്തിലെത്തും, മിനിമം മുഖ്യ പ്രതിപക്ഷമെങ്കിലും ആകും എന്ന വ്യാഖ്യാനങ്ങൾക്കായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന ആൾ ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ ഓഫീസ് നിയന്ത്രിക്കുന്ന സെക്രട്ടറി. BJP ഓഫീസിലെ സീല് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ലെറ്ററിൽ വന്നു എന്ന ആരോപണം തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്ന അതേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്ന അത്ഭുതം നിങ്ങളുടെ ഉള്ളിലും വന്നില്ലേ? എനിക്കതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, നിങ്ങൾക്ക് തോന്നാനും പാടില്ല. കാരണം അതാണ് ഇന്ത്യ. ഇനി കേരളവും അങ്ങനെയൊക്കെ ആകും എന്ന് അഭ്യുദയകാംക്ഷികൾ പറയുകയും ചിലർ പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ അങ്ങനെയൊന്നും പറയാൻ നമ്മളില്ലെങ്കിലും രാഹുൽ ഗാന്ധിക്ക് ചിലത് പറയാനുണ്ടായിരുന്നു. അത് ബംഗാളിലെ നിയമനം കഴിഞ്ഞ് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. അന്ന് രാഹുൽ ഗാന്ധി ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർ അവിടുത്തെ ചീഫ് സെക്രട്ടറിയായി സുവേന്ദു അധികാരിയുടെ ചീഫ് സെക്രട്ടറിയായി വന്നപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: BJPയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും തീവ്സ് മാർക്കറ്റ്, അതായത് കള്ളന്മാരുടെ മാർക്കറ്റ്, മോഷണം കൂടുന്തോറും പ്രതിഫലം വർദ്ധിക്കും എന്നാണ്. അതായത് മോഷ്ടിച്ച ആൾക്ക് പ്രതിഫലം കൊടുത്തു എന്നുള്ള ആരോപണമാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ എക്സ് പോസ്റ്റിൽ പറഞ്ഞത്. ബംഗാൾ ചീഫ് സെക്രട്ടറിയുടെ നിയമനത്തെക്കുറിച്ച് വന്ന വാർത്ത ഷെയർ ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി പോസ്റ്റ് ചെയ്ത്, ആ പോസ്റ്റാണ് ഈ കാണുന്നത്. അതായത് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ പ്രകാരം തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി കൃത്രിമത്വം കാണിച്ചതിന് നൽകിയ പ്രതിഫലമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ചീഫ് സെക്രട്ടറിയായുള്ള നിയമനം എന്ന്. അവിടെ നേരിട്ടൊരു നിയമനമാണ് നടന്നത്. അപ്പോൾ കേരളത്തിലോ എന്നാണ് ഈ നിയമനത്തിലെ അസാധാരണത്വം കണ്ടപ്പോൾ ഉയരാൻ ഇടയുള്ള ചോദ്യം. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ട് മുമ്പ് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വി.ഡി. സതീശൻ കേരളം കടന്നുപോയി ഒരു NDA നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയ വാർത്ത വന്നത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. അദാനി ടീമിൻ്റെ ബന്ധം ആരോപിക്കപ്പെട്ടു. ഫ്ലൈറ്റ് യാത്രയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു. തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് BJPക്ക് ലഭിച്ചുകൊണ്ട് 102 സീറ്റ് നേടി ഭരണത്തിലെത്തുന്നു UDF. MLAമാരുടെ പിന്തുണയും രാഹുലിൻ്റെ പിന്തുണയും പോലും നിഷ്പ്രഭമാക്കപ്പെട്ട് ജനകീയ ആവശ്യം എന്ന അർത്ഥത്തിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാക്കപ്പെടുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം ഫുൾ പാടുന്നു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ ഖേൽക്കർ എത്തുന്നു. രാഹുൽ ഗാന്ധി ബംഗാളിൽ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും ചേർന്ന് തെരഞ്ഞെടുപ്പ് തന്നെ മോഷ്ടിച്ചു എന്നാണ്. ഇവിടെ ആരൊക്കെ ചേർന്ന് എന്തൊക്കെ ചെയ്തു എന്ന് പറയാൻ നമ്മളാളല്ല. രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പിന്നെ രാഹുലിനെയും തോൽപ്പിച്ച് മുഖ്യമന്ത്രിയായ വി.ഡി. സതീശനും പ്രിൻസിപ്പൽ സെക്രട്ടറിയായ മുൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറും. ആർക്കു വേണ്ടി, എന്തിന്, ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്? ഇതൊന്നും എൻ്റെ ചോദ്യമല്ല, രാഹുലിൻ്റെ ചോദ്യത്തിൻ്റെ തുടർച്ച മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ നിർത്തുന്നു. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നന്ദി, നമസ്കാരം.